പിണറായി സർക്കാർ കോടികൾ മുടക്കി നടത്തിയ ലോകകേരള സഭയുടെ 5ാം അധ്യായത്തിനും പഞ്ചില്ല. ഒട്ടും അത്ഭുതങ്ങളില്ലാതെ സഭ സമാപിച്ചു. തിരുവനന്തപുരത്ത് 3 ദിവസമായി നടന്ന സമ്മേളനം വഴി പ്രവാസികൾക്ക് എന്താണ് കിട്ടിയത്? ഈ ചോദ്യം കടൽ കടന്ന് ഗൾഫിലും എത്തിയിരിക്കുകയാണ്. എന്നാൽ സഭ സമാപിച്ചപ്പോൾ ആക്ഷേപങ്ങളും വിമർശനങ്ങളും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ആഴത്തുള്ള റിപ്പോർട്ടിലേക്ക്. അവകാശവാദങ്ങൾ കൊണ്ട് വയറ് നിറഞ്ഞു എന്നല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലോക കേരള പ്രസംഗത്തിൽ ഇത്തവണയും പ്രവാസികൾക്ക് നിരാശ മാത്രം ബാക്കി. മാത്രവുമല്ല, ലോക കേരള സഭ ധൂർത്തിന്റെ പര്യായമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. 2024 വർഷം വരെ ലോക കേരള സഭയ്ക്കായി നടത്തിയ കണക്ക് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ 3 ലോക കേരള സഭകൾക്കായി സംസ്ഥാന സർക്കാർ മുടക്കിയത് 4.25 കോടി രൂപയാണ്. കൂടാതെ UAE, യൂറോപ്പ്, USA എന്നിവിടങ്ങളിൽ 3 മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതിന് 54.32 ലക്ഷം രൂപ വേറെയും സർക്കാർ ചെലവാക്കി. ബാക്കി സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2018 2.03 കോടി, 2020 1.11 കോടി, 2022 1.12 കോടി എന്നിങ്ങനെയാണ് ചെലവുകൾ. എന്നാൽ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഉണ്ടായ നേട്ടങ്ങൾ കണ്ടെത്താനാകാതെ പിണറായി സർക്കാർ പരക്കം പായുമ്പോഴാണ് 5ാമത് അധ്യായം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയത്. 4ാം ലോക കേരള സഭ, അതായത് കഴിഞ്ഞ ലോക കേരള സഭ, അതിലുയർന്നു വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ 2 ഏറ്റവും പ്രധാനമായിരുന്നു. നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സമഗ്ര പുനരധിവാസ പദ്ധതിയായ പ്രവാസി മിഷൻ, ഈ 2 ഇതിനകം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിനും പ്രവാസി പങ്കാളിത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് പ്രവാസി മിഷൻ ആരംഭിച്ചത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജനുവരി 29 മുതൽ 31 വരെ നടന്ന സമ്മേളനത്തിൽ ഇത്തരം ഒരു സഭ ലോകത്തിന് മാതൃകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടത്. എന്നാൽ 2018 മുതൽ 2026 വരെയുള്ള ലോക കേരള സഭകളിൽ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ സ്കോർ ബോർഡ് പൂർണ്ണ നിരാശയാണെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രതികരണമാണ് ഇത്. സാധാരണഗതിയിൽ എല്ലാ പ്രവാസ സമ്മേളനങ്ങളിലും വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ. പ്രത്യേകിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആയാലും KMCC ഒക്കെ ആയാലും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇതിലൊക്കെ ഞങ്ങൾ KMCCയും അസോസിയേഷനൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വർഷം നടന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സ്കോർ കാർഡ് ഉണ്ടാക്കണം. ആ സ്കോർ കാർഡിൽ കഴിഞ്ഞതിൽ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ആ നിരാശയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ചുപേർ അതിൽ നിന്ന് മാറുന്നത്. കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാനുണ്ട്. UDF വന്നാൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. UDF വന്നാൽ അങ്ങനെ ആയിരിക്കില്ല. അതിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാവരും അതിൽ വേണം. അങ്ങനെ ആയിരിക്കണം അത്. പിന്നെ കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഗവൺമെൻറ് അന്വേഷിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു സ്കോർ കാർഡിൻ്റെ ഒരു അഭാവം, ഒരു റിസൾട്ടിൻ്റെ ഒരു അഭാവം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു മഹാപുരുഷം ആൾക്കാരും കുറേ ആൾക്ക് മാറുന്നത്. ലോക കേരള സഭയുടെ രൂപീകരണം മുതൽ ഇന്നുവരെ സഭയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും ആക്ഷേപങ്ങളും തുടരുകയാണ്. ഇത്തവണയും അത് സംഭവിച്ചു. ഇത് ലോക കേരള ധൂർത്ത് എന്നതിനപ്പുറം CPM പാർട്ടി അനുഭാവികളാൽ കുത്തിനിറച്ച സമ്മേളനം എന്നാണ് ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകരുടെ പരാതി. മാത്രവുമല്ല, ലോക കേരള സഭ എന്നത് CPMനെ തെരഞ്ഞെടുപ്പുകളിൽ പണപ്പിരിവ് നടത്താനുള്ള ഒരു കറവ പശു മാത്രമായെന്നും
വിമർശനമുണ്ട്. ഓരോ വർഷം കഴിയുന്നത്തോളം അതൊരു പാർട്ടി അനുഭാവികളെയും അവരുടെ വിദേശത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള CPM-ൻ്റെ പോഷക സംഘടനയുടെ നേതാക്കന്മാർക്ക് ഒരു അഴിഞ്ഞാടാനുള്ള അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു പാർട്ടി വേദിയാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഓരോ വർഷവും അതിൻ്റെ സമ്മേളനത്തിൻ്റെ രീതി കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഈ അവസാന സമ്മേളനത്തിൽ എത്തുമ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അവസാന ഈ സമയത്ത് നടത്തിയ ഈ സമ്മേളനത്തിൽ നിങ്ങളത് പരിശോധിച്ചത് ഞാൻ വെറുതെ പറയുന്നല്ല, UAE-യിലുള്ള ലോക കേരള സഭയിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് പക്ക പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടത്തും പോലുന്ന രീതിയിലാണ് ഇപ്പോൾ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ പ്രവാസികളുടെ വിവിധ രജിസ്റ്റർ സംഘടനാ നേതാക്കന്മാരും അടക്കമുള്ള വലിയൊരു മഹാസമ്മേളനം പോലെയാണ് നടത്തിയത്. പക്ഷേ ഇതിലൊക്കെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ മിഷനറികൾ അവരുടെ പാർട്ടി സംഘടനാ പരിപാടികളിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് സാമ്പത്തികമായും ക്രിയാത്മക നിർദ്ദേശങ്ങളായും സംഭാവന ചെയ്യുന്നവരാണ് പ്രവാസികൾ. എന്നാൽ അവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തരത്തിലുള്ള ഒരു സഭകൾക്കും കഴിയുന്നില്ല എന്നതാണ് ആക്ഷേപം. അതിനാൽ പ്രവാസി മലയാളികൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് ആരും ഉത്തരം തന്നില്ല. ലോക കേരള സഭ ധൂർത്തിന്റെ പര്യായമാണെന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷവും UDF അനുഭാവ പ്രവാസി സംഘടനകളും സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. പ്രവാസ ലോകത്തെ വൈവിധ്യമാർന്ന അറിവുകളെ നാടിന്റെ പുരോഗതിക്കായി ക്രോഡീകരിക്കുക എന്നതാണ് ലോക കേരള സഭയുടെ പ്രധാന അജണ്ട. എന്നാൽ ഇന്ന് വരെ അത്തരം ഒരു ക്രോഡീകരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഷാർജയിൽ നിന്ന് 7 പ്രതിനിധികളാണ് CPM-ൻ്റെ 7 പ്രതിനിധികൾ മാത്രം. ദുബായിൽ നിന്ന് 5-6 പ്രതിനിധികളുണ്ട്. അങ്ങനെ അവരുടെ ഓരോ സ്റ്റേറ്റിലും അലയിൽ നിന്ന് 3 പ്രതിനിധികളുണ്ട്. എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ എല്ലാം CPM-ൻ്റെ പോഷക സംഘടനയുടെ പ്രതിനിധികളാണ്. പക്ഷേ CPM-ന് വേറൊരു പ്രശ്നമുണ്ട്, കണ്ടാൽ മനസ്സിലാവില്ല. അവരുടെ ഭയങ്കര ഐഡിയ ആണ്. കോൺഗ്രസിനെ പോലെ ഏക സംഘടനയല്ല അവരുടെ പേര്, KMCC-യെ പോലെ മുസ്ലിം ലീഗിൻ്റെ ഒറ്റ സംഘടനയല്ല. ദുബായിൽ ഓർമ്മയാണെങ്കിൽ ഷാർജയിൽ മാസാണ്, അബുദാബിയിൽ എത്തുമ്പോൾ ശക്തിയാണ്, റാസൽ കൈമ എത്തുമ്പോൾ കൈരളിയാണ്, അലയിലെത്തുമ്പോൾ മലയാളി സമാജമാണ്. അങ്ങനെ പലതരം പേരുകളിൽ. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഈ സാധനത്തിന് മനസ്സിലാവില്ല. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഗൾഫ് ഉൾപ്പെടെ 125 രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം പ്രവാസികളായ 182 പ്രതിനിധികളും പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുത്തുവെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ 5ാമത് ലോക കേരള സഭയും നിരാശ മാത്രമാക്കി കൊടിയിറങ്ങുകയായിരുന്നു. ഈ ലോക കേരള സഭ വഴി പ്രവാസികൾക്ക് ലഭ്യമാക്കിയ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമല്ല. നിക്ഷേപം സംബന്ധിച്ച് ഏതൊക്കെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചതിന് മറുപടിയില്ല. എത്ര പുതിയ നിക്ഷേപങ്ങൾ ഇതുവഴി കേരളത്തിന് ലഭിച്ചു എന്നതും വ്യക്തമല്ല. എന്തിന് പ്രവാസികളുടെ നീറുന്ന എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായെന്ന് പോലും വ്യക്തതയില്ല. ഇങ്ങനെ ഓരോ സമ്മേളനങ്ങൾക്കും കോടികൾ പാഴാക്കിയിട്ട് ആർക്കാണ് പ്രയോജനം? ലോകത്തെങ്ങും വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോയ ഗൾഫ് മലയാളികളുടെ ജീവിത പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. വർഷങ്ങളായി കേൾക്കുന്ന പ്രവാസികളുടെ പുനരധിവാസം, ക്ഷേമ പെൻഷൻ, പ്രവാസി ഇൻഷുറൻസ് എന്നിവയെല്ലാം ആമ പോലെ ഇഴയുകയാണ്. സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി കേരളത്തിൽ വ്യവസായം ആരംഭിക്കുകയും പിന്നീട് സമരവും തൊഴിൽ ഭീഷണിയും ബാങ്ക് ജപ്തിയും മൂലം ഭീഷണി നേരിടുന്ന പ്രവാസികളുടെ കണ്ണീർ ആരും കാണുന്നില്ല. സർക്കാരിന്റെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച 5 ലോക കേരള സഭ സമ്മേളനങ്ങളും പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന അധികാര ആഭാസം മാത്രമായി മാറിയെന്നാണ് വിമർശനം. മിഡിൽ ഈസ്റ്റ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എന്നാൽ ഗൾഫിലെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക്, കോസ്റ്റ്യൂം കർട്ടസി ബൈ അലൻ സോലി ഷർട്ട്സ്.